സാമൂഹിക പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ ദിനു വെയിലാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ന്യൂസ് മലയാളത്തിൽ ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൽ ചേരുന്നത്. ശ്രീ ദിനു വെയിൽ, സ്വാഗതം ന്യൂസ് മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ദിനു, ഇന്നലെ അടൂരിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് നിയമപരമായിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്, നിയമോപദേശം തേടിയിരിക്കുകയാണ്. ആ പരാതിയിൽ അടൂരിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ദിനു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടൂർ ഇന്നലെയും കഴിഞ്ഞ ദിവസം നടത്തിയതിനേക്കാൾ ഗുരുതര പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, ഇതൊരു മൈൻഡ് സെറ്റിന്റെ കൂടെ പ്രശ്നമാണ്. എല്ലാ സമയത്തും കാസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തികളെ അതിക്രൂരമായി കെട്ടിയിട്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ടോ വലിയ രീതിയിൽ അവർക്കെതിരെ ജാതി പേര് വിളിച്ചുകൊണ്ടോ ഒന്നും മാത്രമല്ല. അതൊരു പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, അതായത് ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ചുള്ള പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള മുൻബോധങ്ങളെ കൂടിയാണ് നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിക്കൊണ്ട് ചരിത്രപരമായി SC/ST വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് അടൂറിനെ പോലുള്ള ഒരാൾ വളരെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ഈ വിഭാഗത്തിന് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴിമതി നടക്കാൻ സാധ്യതയുണ്ട്, അവർ പണം എടുത്തുകൊണ്ട് പോവുകയാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പബ്ലിക് എക്സ്ചെക്കർ എന്നുള്ള ഫണ്ടാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായും SC/ST അട്രോസിറ്റി ആക്ടിന്റെ പെർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. ഞാനും വിചാരിക്കുന്നത് ഇത് അടൂരിനെ ഇതിൽ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ നിയമ നടപടിയിലേക്ക് വലിച്ചഴിക്കണം എന്നൊന്നുമല്ല, മറിച്ച് ഒരു മിസ്റ്റേക്ക് ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിന് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ദളിത് ആദിവാസി വിഭാഗത്തിലെ മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുക എന്നുള്ളത് മിനിമം ജനാധിപത്യ മര്യാദയാണ്. ആ അക്കൗണ്ടബിലിറ്റി പോലും ഏറ്റെടുക്കാതെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ച കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണിനെ എന്തൊരു ഹീനമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഇന്നലെ പരാമർശിച്ചിട്ടുള്ളത് നമുക്കറിയാം. 26 വർഷമായി ഈ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ, ഒരു ദളിത് സ്ത്രീയെ, ഒരു സംഗീതജ്ഞയെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഴിയിലൂടെ പോകുന്ന സ്ത്രീ എന്നുള്ള രീതിയിലുള്ള വിശേഷണമാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഇത്ര ഹീനമായിക്കൊണ്ട് സ്ത്രീകളെ കൂടി അധിക്ഷേപിക്കുന്ന അടൂരിന്റെ മനോനില എന്ന് പറയുന്നത് സാരമായ പ്രശ്നങ്ങളുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിന് മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറായേ പറ്റൂ. ദിനു, ഇവിടെ ഒരു പ്രശ്നം ദിനു ചൂണ്ടിക്കാട്ടിയല്ലോ, ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പലരും പറയാം അത് പ്രായമായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ ചിന്തകൾ എനിക്കിപ്പോൾ എന്ത് ചിന്തയാണോ അത് തന്നെയല്ലേ എനിക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ദിനുവിന് ഒരു പ്രായം കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ചിന്താ വ്യത്യാസമായി കരുതാനാകുമോ? അങ്ങനെ ഒരിക്കലും ഞാൻ കരുതുന്നില്ല. ഒരു മനുഷ്യന്റെ ചിന്താശേഷിയെ വളർത്തിയെടുക്കുന്നതിൽ ആ മനുഷ്യൻ വളരുന്ന ചുറ്റുപാടുകളും ചെറുപ്പകാലം തൊട്ട് ആർജിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള മൂല്യബോധങ്ങളും കാരണമാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രായത്തിലും അതിനേക്കാൾ തലമുതിർന്നുമൊക്കെ ഒരുപാട് സംവിധായകർ, ഒരുപാട് സിനിമാ പ്രവർത്തകരൊക്കെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. എന്നാൽ ഒരു പ്രത്യേക പ്രായമാകുമ്പോഴേക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള ഇത് വാർദ്ധക്യ സഹജമായ ഒരു രോഗമൊന്നുമല്ലല്ലോ ജാതീയത എന്ന് പറയുന്നത്. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 80-90 വയസ്സുള്ള ഒരു മുത്തശ്ശി ഉണ്ടെന്ന് കരുതുക. അവർ ജീവിതകാലം മൊത്തം മികച്ച എന്തെങ്കിലുമൊക്കെ കലാസൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് എന്ന് കരുതുക. പക്ഷെ എന്നെ കാണുന്ന സമയത്ത് അവർക്ക് ജാതീയമായ പേര് വിളിക്കാനോ അല്ലെങ്കിൽ മോർണിംഗ് വാ ഞാൻ ഒന്ന് കുഴി കുത്തി കഞ്ഞി തരട്ടെ എന്നൊക്കെയുള്ള തോന്നൽ അവർക്കുണ്ടെങ്കിൽ അത് പ്രായത്തിന്റെ ആധിക്യം മൂലം വരുന്ന ഒരു വാർദ്ധക്യ സഹജമായ രോഗമല്ലല്ലോ, അത് കൃത്യമായ ഒരു സാമൂഹ്യ രോഗമാണ്. ആ സാമൂഹ്യ രോഗത്തിന്റെ പേരാണ് ജാതീയത എന്ന് പറയുന്നത്. അത് ഏത് പ്രായത്തിൽ പറഞ്ഞാലും ഏത് പ്രായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും വളരെ ശക്തമായി അതിനെ എതിരിടേണ്ടത് ആത്മാഭിമാനമുള്ള ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. അടൂരിനെ പോലുള്ള ഒരു മുതിർന്ന ആൾ ഇത് പറയുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിന്റെ പാത പിന്തുടർന്ന് തന്നെ സമാനമായിക്കൊണ്ട് SC/ST വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾക്കൊക്കെ നൽകുന്ന പൊതു ഫണ്ടിങ്ങുകളെ കുറിച്ച് സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പല ആളുകൾ ആവർത്തിച്ചു പറയാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം ആവർത്തിക്കലുകൾ ഉണ്ടാവാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അടൂർ തിരുത്തപ്പെടണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. ദിനു, നോക്കൂ, അടൂരിനെതിരെ ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ജാതി അധിക്ഷേപം നടത്തുക എന്നുള്ള പരാതി ഈ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോഴായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ, പ്രത്യേകിച്ച് നേരത്തെ ഒരു വിദ്യാർത്ഥി സമരം അദ്ദേഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾ, അവിടെ അവർ അടൂരിനെതിരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ നേരത്തെ രംഗത്ത് ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ലഭിക്കുന്ന അടൂരിനെതിരെ സംസാരിക്കുന്ന ആളുകൾ പോലും അടൂർ അങ്ങനെയൊക്കെ പറയുമോ എന്നൊരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ
അന്ന് ആ വിദ്യാർത്ഥികൾ ഉയർത്തിയ കാര്യങ്ങൾ ശരിയാണ് എന്ന് അന്ന് അടൂരിനെ സപ്പോർട്ട് ചെയ്ത ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും നമ്മൾ ഒരു വ്യക്തിയെ ജനനാൽ തന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വ്യക്തി ജനിച്ച സമുദായത്തിന്റെ പേരിലോ ഒരു വ്യക്തിയെ വിശ്വസിക്കുകയും വ്യക്തികൾ ജനിക്കുന്ന സമുദായങ്ങളുടെ പേരിൽ വ്യക്തികളെ അവിശ്വസിക്കുകയും ചെയ്യും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, ഇവിടെ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അടൂറിന്റെ സവർണ ധാർഷ്ട്യത്തെ കുറിച്ച്. അന്ന് അതിനെ കുറച്ചുകൂടെ കൃത്യമായി നമ്മൾക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് നേരെ കൂടുതൽ വിരലുകൾ ചൂണ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനുള്ള ഊർജ്ജം അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് ലഭിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നലെ കൂടി ഞാൻ ചിന്തിക്കുകയാണ്, കേരളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഗായികയ്ക്കെതിരെ ഇത്ര മോശം ഒരു പരാമർശം വന്നിട്ട് കേരളത്തിൽ എത്ര സിനിമാ ഫീൽഡിലെ ഗായകർ പ്രതികരിച്ചു ഇതിനെതിരെ, എത്ര സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സംഘടനകൾ രംഗത്ത് വന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ഇൻവിസിബിലൈസേഷൻ, ഈ പ്രതികരണമില്ലായ്മ, ഈ നിശബ്ദത, ഇതൊക്കെ സംഭവിക്കുന്നത് പുഷ്പവതി പൊയ്പ്പാടത്തിനെ പോലുള്ള 26 വർഷമായി ഈ രംഗത്തുള്ള ആള് ദളിത് സ്ത്രീ ആയതുകൊണ്ട് കൂടിയാണ് ഇത്ര വലിയ മൗനം മലയാള സിനിമയ്ക്കകത്ത് വരുന്നത്. ഇത് വളരെ കൃത്യമായി ഇത്ര വലിയ മൗനം മലയാള സിനിമയ്ക്കകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സംഗീതജ്ഞർ ഇനിയെങ്കിലും തങ്ങളുടെ സഹോദരിയാണ് പുഷ്പവതി പൊയ്പ്പാടത്തെന്നും തങ്ങളുടെ സഹജീവിയാണ് പുഷ്പവതി പൊയ്പ്പാടത്തെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഫ്രെറ്റേണിറ്റിയും എമ്പതിയും മലയാള സിനിമാ രംഗത്തുള്ള ഗാനരംഗത്തുള്ള മനുഷ്യർ ചെലുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദിനു, ഇത് സിനിമയിലെ മാത്രം ഒരു കാര്യമായി നമ്മൾ അങ്ങനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? സിനിമ സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദമാണ്. സമൂഹത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ്. പക്ഷേ സിനിമയിൽ മാത്രമായി അങ്ങനെ കാണേണ്ടതുണ്ടോ? അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗം എന്ന് പറയപ്പെടുന്ന ഉയർന്നു വരേണ്ട അല്ലെങ്കിൽ താങ്ങ് നൽകേണ്ട ആളുകളെ ഈ വിധത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല. ഞങ്ങളത് സംസാരിക്കാതിരുന്നാൽ 2-3 ദിവസം കഴിഞ്ഞാൽ ടെലിവിഷൻ ചാനലുകൾ ഇത് മറന്നുപോകും, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഇത് മറന്നുപോകും, സോഷ്യൽ മീഡിയയിൽ മറ്റു വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങളങ്ങ് മിണ്ടാതിരിക്കാം എന്നൊരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു കരുതൽ പൊതുസമൂഹത്തിന് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നില്ല ഇപ്പോഴും കേരളത്തിൽ? തീർച്ചയായിട്ടും 100% ഉണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ദൈനംദിന ജീവിതം മാത്രം എടുത്തു നോക്കിയാൽ മതി. ക്ലാസ് മുറികൾക്കകത്ത് ഏതെങ്കിലും സമയത്ത് മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ വിദ്യാസമുന്നതി എന്നാണ് അവരുടെ ഫെലോഷിപ്പിൻ സ്കോളർഷിപ്പിന്റെ പേര് വിദ്യാർത്ഥികൾക്കുള്ള. നമ്മൾക്ക് നൽകുമ്പോൾ അത് ഗ്രാന്റ് എന്നാണ് അതിന്റെ പേര്, സ്റ്റൈഫൻഡ് എന്നൊക്കെയാണ്. ഈ സ്റ്റൈഫൻഡ് വാങ്ങാൻ വേണ്ടി ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് എല്ലാ കാലത്തും SC/ST വിഭാഗത്തിലെ കുട്ടികൾക്കാണ്. ഒരിക്കലെങ്കിലും മുന്നോക്ക സമുദായ കോർപ്പറേഷനിലെ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിങ്ങളൊക്കെ ഇത് കട്ടുമുടിക്കാനുള്ള സാധ്യതയില്ലേ എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? EWS സംവരണം നടപ്പിലാക്കിയപ്പോൾ അത് നേടുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾക്കൊക്കെ സംവരണം ഉണ്ടല്ലോ, എന്നാൽ എളുപ്പത്തിൽ ഇനി നിങ്ങൾക്കൊക്കെ അങ്ങ് ജോലി കിട്ടുമല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആളുകൾ ഈ പറയുന്ന അഗ്രഹാരങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരോട് അഗ്രഹാരത്തിൽ ഓട് മാറ്റാൻ അടക്കമുള്ള ഫണ്ടിങ്ങൾ, വീടുകൾക്കടക്കമുള്ള ഫണ്ടിങ്ങൾ പലപ്പോഴായി ലഭിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അത് അഴിമതിക്ക് കാരണമാകുന്നു എന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വന്ന് പറയാനുള്ള ആർജവം ഏതെങ്കിലും മനുഷ്യർക്കുണ്ടായിട്ടുണ്ടോ? നിരന്തരം കള്ളന്മാരെന്നും കുറ്റവാളികളെന്നും അഴിമതി നടത്താൻ സാധ്യതയുള്ള ആളുകളെന്നും മെറിറ്റോറിയസ് അല്ലാത്ത മനുഷ്യരെന്നും ഒക്കെ കേൾക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മാർജിനലൈസ് ആയിട്ടുള്ള ജനസമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് 1871 തൊട്ട് ക്രിമിനൽ ട്രൈബ്സ് ആക്ട് തൊട്ട് ജനനാൽ തന്നെ കുറ്റവാളികളായിക്കൊണ്ട്, ജനനാൽ തന്നെ മോശക്കാരായിക്കൊണ്ട് ചിത്രീകരിക്കുക എന്നുള്ള പ്രവണതയുടെ ആ മൈൻഡ് സെറ്റിന്റെ തുടർച്ചയാണ്. ക്രിമിനൽ ട്രൈബ്സ് ആക്ട് നിരോധിക്കപ്പെട്ടെങ്കിലും ആ ആക്ടിലെ തടവറകൾ ഇന്നും മനസ്സിൽ പേറുന്ന, ആ ആക്ടിന്റെ മനോനില ഇന്നും മനസ്സിൽ പേറുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ അടൂർ പറഞ്ഞതിനകത്ത് പ്രശ്നം എന്താണ് എന്ന് നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന മനുഷ്യർ, അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങൾ, അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നോവുകൾ ഈ വിഭാഗത്തിലെ മനുഷ്യർ അനുഭവിക്കുന്നുണ്ടെന്നും അവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും അവരുടെ വേദന ഞങ്ങളുടേത് കൂടിയാണെന്നും എന്ന് ഒരിക്കലും കരുതുന്നില്ല എന്നിടത്ത് തന്നെയാണ് ഈ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു കോൺഷ്യസ്നെസ് ആയിക്കൊണ്ട് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ജാതീയത എന്ന് പറയുന്നത് വളരെ ഡീപ് റൂട്ടഡ് ആയിക്കൊണ്ട് മെറിറ്റിനെ കുറിച്ചുള്ള വാദം അടൂർ ഉന്നയിച്ചിട്ടുള്ള നോക്കൂ, തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഫണ്ട് നൽകാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ SC/ST വിഭാഗക്കാരെ സിനിമാ രംഗത്ത് അടിച്ചു ജോലികൾ ചെയ്യുന്ന ആളുകളായിട്ട് നിയമിക്കണമെന്നോ SC/ST ആളുകളെ ഏതെങ്കിലും രീതിയിൽ പ്രൊഡക്ഷന്റെ ഭാഗമായി കൊണ്ട് സൈറ്റ് ക്ലീൻ ചെയ്യാനുള്ള ആളുകളായി വെക്കണമെന്നോ അതിനുവേണ്ടി എന്തെങ്കിലും ഫണ്ട് കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും വന്ന് 3 മാസത്തെ തീവ്ര പരിശീലനം അവർക്ക് വേണമെന്ന് പറയില്ല. കാരണം ജന്മനാൽ തന്നെ തെങ്ങ് കയറാനും, ജന്മനാൽ തന്നെ സ്ഥലങ്ങൾ വൃത്തിയാക്കാനും, ജന്മനാൽ തന്നെ അന്യന്റെ ക്ലോസറ്റുകൾ വൃത്തിയാക്കാനും ഒക്കെ കഴിവുള്ള മനുഷ്യരാണ് SC/ST വിഭാഗത്തിലെ മനുഷ്യർ എന്നുള്ള ഒരു സാധനം എന്തായാലും ആ സ്റ്റീരിയോടിപ്പിക്കൽ ബോധം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ സർഗശേഷിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ തീവ്ര പരിശീലനം വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫണ്ട് നിരവധി തവണ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫണ്ടിങ്ങിന്റെ അകത്ത് അദ്ദേഹത്തിന് സംശയമില്ല. ഒരിക്കൽ പോലും അത് ലഭിക്കുന്ന ആളുകൾക്ക് തീവ്ര പരിശീലനം വേണമെന്ന് അദ്ദേഹത്തിന് പറയുന്നില്ല. ഈ തീവ്ര പരിശീലന വാദം എന്ന് പറയുന്നത് പുതിയ കാലത്തെ, പുതിയ യുഗത്തെ ബ്രാഹ്മണിക്കൽ മെറിറ്റോക്രസിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിനു, ശ്രീകുമാരൻ തമ്പി സംസാരിച്ചത് കേട്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾക്ക് അടൂരിൻ്റെ മഹത്വം ഉൾപ്പെടെ പറയുകയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. സിനിമ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, സിനിമ എന്താണെന്ന് നമുക്കൊരു പക്ഷേ അറിയില്ലായിരിക്കും, അദ്ദേഹത്തിൻ്റെ അത്രയും അറിയില്ലായിരിക്കും, പക്ഷെ ജാതി എന്താണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. തീർച്ചയായിട്ടും ഒരുപക്ഷെ PK റോസിക്ക് നാടൊക്കെ വിട്ട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് ഇതേ മനോഭാവമുള്ള മനുഷ്യർ അക്കാലത്തും ജീവിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. JC ഡാനിയലിനെ പോലുള്ള പിന്നോക്ക വിഭാഗത്തിലെ ആളുകളൊക്കെ തന്നെ സിനിമ പിടിച്ച കാലത്തും ഇതേ വാദങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം ഇപ്പം ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുള്ള വാദങ്ങളൊന്നും എടുത്ത് പരിശോധിക്കാം നമുക്ക്. എന്തൊരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഹീനസ് ആയിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായി സിനിമ എന്ന് പറയുന്നത് കളിപ്പാട്ടം ഒന്നല്ല, ക്യാമറ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2022 65ഓളം സംവിധായകരാണ് SC/ST മേഖലയിൽ നിന്ന് ഈ ഒറ്റ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഘട്ടങ്ങളായിട്ട് തീവ്രമായിട്ടുള്ള ഇന്റർവ്യൂകളും അതിനുശേഷം വിശ്വവിഖ്യാതരായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെ മെന്റർഷിപ്പോട് കൂടിയിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ വെറുതെ ചുമ്മാ പോയിട്ട് എനിക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗ്രാൻഡ് ആണെന്ന മുൻബോധമുണ്ടല്ലോ, ആ മുൻബോധമാണ് വളരെ കൃത്യമായി ജാതീയത എന്ന് പറയുന്നത്. അതേ കാര്യമാണ് അമ്മയുടെ വാക്കുകളിലും നിഴലിക്കുന്നത്. ഉറപ്പായും ദിനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എത്ര പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുകയും അവിടെ ഈ സർക്കാരിൻ്റെ ഈ ഫണ്ട് നൽകുകയും അല്ലെങ്കിൽ പണം നൽകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രയധികം സ്ക്രിപ്റ്റുകൾ വരികയും അതിൽ നിന്ന് വളരെ കൃത്യമായി സ്ക്രൂട്ടിനി നടത്തിയാണ് സ്ക്രിപ്റ്റുകളെല്ലാം സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടുകയും അടൂരിനെ പോലുള്ള വലിയ കലാകാരൻ, അതിൽ സംശയമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള ജാതിബോധം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാപ്പ് പറഞ്ഞാൽ ഒരുപക്ഷെ മാപ്പ് പറയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന മുറിവ് ഉണങ്ങുന്നില്ല, പക്ഷേ അപ്പോൾ പോലും ഒരു മാപ്പ് പറയാനുള്ള ഒരു മാന്യത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി, വളരെ നന്ദി ദിനു വെയിൽ ന്യൂസ് മലയാളത്തിൽ, ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയതിന്.